കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിന് പിന്നിൽ അണിനിരന്ന ഇന്ത്യ സഖ്യം എന്നതാണ് ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാനുള്ള മറ്റൊരു വാർത്ത. കോൺഗ്രസ് മുതൽ ഭീം ആർമി വരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനായി ആളെ എത്തിക്കുകയും ചെയ്തു. നിരവധി ബസ്സുകളാണ് ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അറേഞ്ച് ചെയ്ത് ഡൽഹി ജന്തർ മന്ദറിലേക്ക് ആളുകളെയും കൊത്തി നിറച്ച് എത്തുകയും ഉണ്ടായത്. വാർത്തയിലേക്ക്. കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചിനായി അണിനിരന്നത് സ്വന്തമായി സമരം പ്രഖ്യാപിച്ച് സമരം നടത്തി വിജയിപ്പിക്കാൻ കെൽപ്പില്ലാത്ത പ്രതിപക്ഷ പാർട്ടികളാണ്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെല്ലാം പാർലമെന്റ് മാർച്ചിനെത്തി. പാറ്റ പാർട്ടിയുടെ ആളായി എത്തിയ പാറ്റകളിൽ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നക്സൽ പാർട്ടിയും ജിഹാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ഒക്കെയുണ്ട്. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ ഗതികേടാണ് ഇതിൽ നിന്നും പ്രകടമാകുന്നത്. കോൺഗ്രസിന് സ്വന്തമായി ഒരു സമരം സംഘടിപ്പിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയായി എന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നതിന് തുല്യമാണ് പാറ്റക്കൂട്ടത്തിന്റെ ബാനറിന് പിന്നിലെ ഈ സമരം. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ ഈ സമരം ഏറ്റെടുത്തിരുന്നു. ഇങ്ങനെ പ്രതിപക്ഷ നിരയിലെ ചെറുതും വലുതുമായ പാർട്ടികൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നിട്ടും സമരം നനഞ്ഞ പടക്കമായി മാറിയെന്നത് സമരക്കാരുടെ ആത്മാർത്ഥതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആം ആദ്മി പാർട്ടി ബന്ധങ്ങൾ നേരത്തെ തന്നെ ചർച്ചയായതാണ്. അരാജകത്വ അരാഷ്ട്രീയവാദ നിലപാട് സ്വീകരിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ഇന്ത്യ സഖ്യത്തിന് എന്താണ് ബന്ധം? സ്വന്തം നിലയ്ക്കും ഇന്ത്യ സഖ്യം എന്ന നിലയിലും സമരം ചെയ്യാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല? ഇങ്ങനെ ചോദ്യങ്ങൾ പലതും ഉയരുമ്പോഴും അതിനുള്ള ഉത്തരം കോൺഗ്രസിന്റെ കഴിവില്ലായ്മ തന്നെയാണ്. ജനം